This is Ranjit from Thrissur. Now we are going to discuss about astral body. Astral body എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമോഷണൽ ബോഡി, ഇമോഷണൽ സീഡ്, ദ സീഡ് ഓഫ് ഇമോഷൻ ലിവറും സോളാർ പ്ലെക്സസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്, നമ്മുടെ വൈകാരിക തലവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ രീതികളെക്കുറിച്ച് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള വൈകാരിക തലങ്ങളാണുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അസ്ട്രൽ ബോഡി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഫിസിക്കൽ ബോഡിയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന എനർജി ബോഡി, ആ ഫിസിക്കൽ എനർജി ബോഡിയുടെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഊർജ്ജ ശരീരത്തെയാണ് ആസ്ട്രൽ ബോഡി എന്ന് പറയുന്നത്. അതായത് ഇമോഷണൽ ബോഡി, നമ്മുടെ വൈകാരിക തലങ്ങളെ നിയന്ത്രിക്കുന്നതും തോട്ട് പാറ്റേൺസ്, ചിന്തകളെ നല്ലതാക്കുന്നതും ചീത്തയാക്കുന്നതൊക്കെ. അപ്പോൾ അതായത് ഹയർ ഇമോഷൻസ് ആൻഡ് ലോവർ ഇമോഷൻസ്. ഇമോഷൻസിൽ രണ്ട് തലങ്ങളാണുള്ളത്. ഒന്ന് ലോവർ ഇമോഷൻ തന്നെ പോസിറ്റീവ് ഇമോഷൻ ആൻഡ് നെഗറ്റീവ് ഇമോഷൻസാണ്. പോസിറ്റീവ് ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ കറേജ്, ഡിസയേഴ്സ്, എക്സ്പ്രഷൻ ചെയ്യാനുള്ള കഴിവ്, നമുക്കൊരു കാര്യം എൻ്റേതാണെന്ന് പറയാനുള്ള കഴിവ്, നിഷേധിക്കാനുള്ള കഴിവ്, നമ്മുടെ ഇഷ്ടങ്ങളെ തുറന്നു പറയാനുള്ള കഴിവ്, ഇനി നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തെ തുറന്നു പറയാനുള്ള കഴിവ്, ഇതൊക്കെ തരുന്നതാണ് നമ്മുടെ ആസ്ട്രൽ ബോഡി. അതിൻ്റെ ഉള്ളിൽ, ഈ ആസ്ട്രൽ ബോഡിയുടെ ഉള്ളിൽ അഴുക്കുകൾ കടന്നു വന്നിരുന്നാൽ നമ്മുടെ സ്വഭാവത്തിന് മാറ്റങ്ങൾ വരും. നാം ഇറിറ്റേറ്റഡ് ആവും, നമുക്ക് ദേഷ്യം വരും, അസൂയ വരും, വെറുപ്പ് വരും, വിദ്വേഷം വരും. അപ്പോൾ അതിനെ ക്ലീൻ ചെയ്ത് വെക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഹീലിംഗ് മെത്തേഡൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഹീൽ ചെയ്ത് മാറ്റി എടുത്ത് കളയാവുന്നതാണ്. അത് സോളാർ പ്ലെക്സസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ഈ എനർജി ബോഡി, ആസ്ട്രൽ ബോഡി സോളാർ പ്ലെക്സസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. സോളാർ പ്ലെക്സസിലാണ് ഇമോഷണൽ പെർമനൻറ്റ് പാർട്ടിക്കിൾ എന്ന് പറയുന്ന നമ്മുടെ വൈകാരിക തലത്തെ ബ്ലൂ പ്രിൻ്റ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. നാം എങ്ങനെയായിരിക്കും, എല്ലാ ആളുകളും ഒരേ തരത്തിലുള്ള വൈകാരിക തലമുള്ള ആളുകളല്ലല്ലോ, വ്യത്യസ്തമായിരിക്കും. ചില ആളുകൾ വളരെ ധൈര്യശാലികളായിരിക്കും, ചില ആളുകൾക്ക് ധൈര്യം കുറഞ്ഞിരിക്കും, ചില ആളുകൾ ദേഷ്യക്കാരായിരിക്കും, ചില ആളുകൾക്ക് അങ്ങനെ ദേഷ്യമൊന്നും വരില്ല, ചില ആളുകൾ വളരെ ശാന്തരായിരിക്കും, വളരെ നന്മയുള്ളവരായിരിക്കും, സ്നേഹമുള്ളവരായിരിക്കും, കാരുണ്യമുള്ളവരായിരിക്കും. മറിച്ച് ചില ആളുകൾ അതിന് വിപരീതമായിട്ടുള്ള സ്വഭാവങ്ങളുമായിട്ടും കാണാം. ഇത് നമ്മുടെ ഈ അസ്ട്രൽ ബോഡിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഫിസിക്കൽ എനർജി ബോഡിയെക്കുറിച്ച് നാം നേരത്തെ പറഞ്ഞു. ഫിസിക്കൽ എനർജി ബോഡി നമ്മുടെ ഫിസിക്കൽ ബോഡിയിലെ കോശങ്ങളും അതിനോട് അവയവങ്ങളും സ്കെലറ്റൽ സിസ്റ്റവും മസ്കുലർ സിസ്റ്റവും പ്രൊഡക്ഷൻ ഓഫ് ബ്ലഡുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് പോലെ തന്നെ ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഇമോഷണൽ സ്റ്റാറ്റസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. എത്ര നല്ല ആളാണ്, എത്ര സ്നേഹമുള്ള ആളാണെന്നൊക്കെ നാം പറയില്ലേ. അപ്പോൾ ചില ആളുകൾ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണെന്ന് പറയും. ഇതൊക്കെ അവരുടെ ആ ഇമോഷണൽ ബോഡിയിൽ ഇതിനെ ശുദ്ധീകരിക്കുകയാണെങ്കിൽ അസ്ട്രൽ ബോഡി കുറേയൊക്കെ ജന്മവുമായിട്ട് ബന്ധപ്പെട്ട് കർമ്മകളെയൊക്കെ ഇട്ട് ബന്ധങ്ങളുണ്ടെങ്കിലും നമുക്കതിനെയൊക്കെ മാറ്റിയെടുക്കാമെന്നുള്ളതാണ്. അസ്ട്രൽ ബോഡിയിലുള്ള അഴുക്കുകളെ നമുക്ക് എടുത്ത് മാറ്റിക്കളയാനായിട്ട് സാധിക്കും. ലെവൽ 2 ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ കളറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിനെ ഡിഫറെൻറ്റ് കളേഴ്സിനെ ഡയലൂട്ട് ചെയ്ത് നമുക്കതിനെ കോരിയെടുത്ത് വേസ്റ്റ് ഡിസ്പോസൽ യൂണിറ്റിലേക്ക് നിക്ഷേപിച്ച് നമുക്കതിനെ നല്ല പ്യൂരിറ്റിയിലേക്ക് നമ്മുടെ അസ്ട്രൽ ബോഡിയെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. വൈകല്യങ്ങളുള്ള വൈകാരിക തലങ്ങളില്ലാതെ നിലനിൽക്കാനായിട്ട് നമ്മെ സഹായിക്കും. കൂടുതൽ കുറേയും കൂടിയും ഉന്നതമായ തലത്തിലേക്ക് നമുക്ക് ചിന്തിക്കാനും നല്ല ചിന്തകൾ ഉണ്ടാക്കുന്നതിനും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിനും സത്യസന്ധമായിരിക്കുന്നതിനുമൊക്കെ ഈ എനർജി ബോഡിയെ ശുദ്ധീകരിച്ച് വെക്കേണ്ടതുണ്ട്. കളവ് പറയാതിരിക്കാനും കളവ് ചെയ്യാതിരിക്കാനും അങ്ങനെയുള്ള പല ടെൻഡൻസികളും ഉണ്ടാക്കുന്ന വൈകല്യപ്പെട്ട് ഇരിക്കുന്ന സ്വഭാവങ്ങളുണ്ടായിരിക്കുന്നത് ഈ ഇമോഷണൽ ബോഡിയുടെയാണ്. ഈ ഇമോഷണൽ ബോഡിയിൽ അഴുക്കുകൾ ധാരാളമാകുമ്പോഴാണ് ആളുകൾ ചിലപ്പോൾ വളരെ വ്യത്യസ്തമായ തലത്തിൽ
പ്രശ്നങ്ങളിലേക്കൊക്കെ ചെന്നപ്പെടുക, വഴക്കിലേക്കും ബന്ധങ്ങളില്ലാത്തതിന് യുദ്ധങ്ങൾ പോലും ഉണ്ടായതിന് കാരണം ഈ അസ്ട്രൽ ബോഡിയിൽ ഓരോ ചിന്തകളും വിചാരങ്ങളും പരസ്പരമായിട്ടുള്ള അസൂയകളും ഒക്കെ പലതരത്തിലുള്ള പ്രണയങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ് ഈ അസ്ട്രൽ ബോഡി, ഇമോഷണൽ ബോഡി. ഭൂമിയുടെ ഇമോഷണൽ ബോഡിയുമായിട്ട് അത് ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഭൂമിയുടെ അസ്ട്രൽ ബോഡി ആയിട്ട് അതിന് ബന്ധപ്പെട്ട് നിൽക്കുന്നു. അസ്ട്രൽ പ്ലെയിനുമായിട്ടാണ് ഈ ഇമോഷണൽ ബോഡിക്ക് ബന്ധം. സോളാർ പ്ലെക്സസ് ആണ് അതിൻ്റെ കണക്റ്റഡ് ചക്ര. സോളാർ പ്ലെക്സസ് ഫ്രണ്ട് ആൻഡ് ബാക്ക്. മറ്റുള്ള ചക്രങ്ങളും അതുമായിട്ട് ബന്ധമുണ്ടെങ്കിലും പ്രധാനപ്പെട്ടത് അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെ മുകളിൽ ഹാർട്ട് ചക്രയാണ്. അത് ഹയർ ഇമോഷനാണ്. അപ്പോൾ ലോവർ ഇമോഷൻ നമുക്ക് വാത്സല്യം, കരുതൽ, കമ്പാഷനൊക്കെ ഉണ്ടാക്കുന്നത്, പ്രണയം ഉണ്ടാക്കുന്നത്, വെറുപ്പുണ്ടാക്കുന്നത് അതിൻ്റെ ലോവർ ഇമോഷൻ്റെ നെഗറ്റീവ് ഏരിയയാണ്, നെഗറ്റീവ് തലമാണ്. അപ്പോൾ ശരീരത്തിന് ചുറ്റും നിൽക്കുന്ന ഒരു പ്രകാശവലയം, ആദ്യമായി നിൽക്കുന്ന ഈ ഫിസിക്കൽ ബോഡിക്ക് ചുറ്റും നിൽക്കുന്ന പ്രകാശവലയത്തിന് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു അടുത്ത വലയമാണ് ഇമോഷണൽ ബോഡി അഥവാ അസ്ട്രൽ ബോഡി. അസ്ട്രൽ പ്ലെയിൻ എന്ന് പറയാം. തോട്ട്സ് ആൻഡ് തിങ്കിങ്സ് ആൻഡ് അത് പലതരത്തിലുള്ളത്, നന്മയുള്ളതും തിന്മയുള്ളതൊക്കെ ഉണ്ടാകുന്നത് ആ ബോഡിയുടെ പ്രത്യേകതകൾക്കനുസരിച്ചാണ്. താങ്ക് യു വെരി മച്ച് ഫോർ ലിസണിങ് മീ. അടുത്തത് നമുക്ക് മെൻ്റൽ ബോഡിയെക്കുറിച്ച് സംസാരിക്കാം. അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. താങ്ക് യു. നമസ്തേ.